ലക്ഷദ്വീപിലാണ്. ലക്ഷദ്വീപിലെ മണ്ണ് പോലില്ലേ? ലക്ഷദ്വീപിലൊന്നല്ല ഗൈസ്, നമ്മ ഇപ്പൊ നിക്കണത് മുനമ്പം ബീച്ചിലാണ്. ബീച്ച് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. നമ്മളെപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഡെസ്പായിട്ടിരിക്കുമ്പോൾ വന്ന് നിൽക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് ഈ ബീച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുനമ്പം ബീച്ചിൽ വന്നപ്പം നല്ല ശാന്തമായിട്ട് അധികം തിരയൊന്നും ഇല്ലാതെ നല്ല നോർമൽ ആയിട്ടാണ് ബീച്ചിൽ തിരയൊക്കെ ഉണ്ടായത്. പക്ഷേ ഗൈസ്, ഞങ്ങൾ ഇതിനു മുമ്പ് ചെറായി ബീച്ചിൽ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മുനമ്പത്ത് പോണത്. അപ്പോൾ ചെറായി ബീച്ചിൽ പോയപ്പോൾ ഇതിനെ അപേക്ഷിച്ച് ഭയങ്കര തിരയായിരുന്നു. ഞാൻ പേടിച്ച് സത്യമായിട്ട് എനിക്ക് ബീച്ചിൽ തിര കൂടുന്ന കാണുമ്പോൾ സത്യമായിട്ട് എനിക്ക് പേടി. ഒന്ന് ശാന്തമാവാന്ന് വിചാരിച്ച് പോയ ഞാനാണ്. അവിടെ പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായുള്ളൂ. ഭയങ്കര തിരയായിരുന്നു. പക്ഷെ അവിടെ വെച്ച് നോക്കുമ്പോൾ മുനമ്പത്ത് അധികം തിരയില്ല കേട്ടോ. ഗായ്സ്, ഇവിടെ അധികം തിരയില്ല. ഞങ്ങൾ ചെറായി പോയപ്പോൾ നല്ല തിരയായിരുന്നു കേട്ടോ. കുറെ പേരൊക്കെ വീണു അവിടെ. ഇവിടെ അധികം തിരയില്ല, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നിറച്ച് മണം. ഇവിടുത്തെ പരിസരത്ത് കുറച്ച് വേസ്റ്റ് കിടക്കുന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കുറച്ച് മണം ഉണ്ടായിരുന്നു അവിടെ നിൽക്കുമ്പോഴൊക്കെ. ഇവിടെ ചെറായിനെ അപേക്ഷിച്ച് ആളുകളും കുറവായിരുന്നു. ചെറായിൽ ഞങ്ങൾ പോയപ്പോൾ ഉണ്ടല്ലോ ഒരു സംഭവം ഉണ്ടായി. തിരയുടെ സ്പീഡ് കാരണം ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിലും നമ്മൾ എന്നാലും ഒന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കുറെ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങനെ 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 ആഴത്തിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരയിലൊക്കെ കളിച്ചങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചേച്ചി അവിടെ ജസ്റ്റ് ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ ഒരു തിര വരുന്ന സ്ഥലത്ത് ജസ്റ്റ് ഫാമിലി ആയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം പെട്ടെന്ന് ഭയങ്കര വലിയൊരു തിര വന്നു. അത് ശരിക്കും വീണുപോയി. അതിൻ്റെ കയ്യൊക്കെ എന്തോ പോയി ഇടിച്ചു. ചെവിട്ടിലൊക്കെ വെള്ളം കയറി അതിൻ്റെ ഫുള്ള് കിളി പോയിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ മുനമ്പത്ത് വന്നപ്പം ആ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ടായിട്ടോ. കിളി പോയ പോലെ ഇരിക്കുകയായിരുന്നു. മുനമ്പം ബീച്ചിൻ്റെ ഒരു സൈഡ് കായലും ഒരു സൈഡിൽ കടലുമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ബീച്ചിൽ വരാൻ നല്ല ഇഷ്ടമാണ്, രസമാണ് അങ്ങനെ വരാനൊക്കെ. പക്ഷെ എനിക്ക് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ കടലിലേക്ക് അങ്ങോട്ട് ആ തിരയുടെ അവിടേക്ക് അങ്ങോട്ട് പോകാന് ഭയങ്കര പേടിയാണ്. പക്ഷെ അമ്മൂന് അത്ര പേടിയില്ല. പിന്നെ പോലെ കടലിൽ പോകുമ്പോൾ കാല് നനയ്ക്കാനും അങ്ങനെയൊക്കെ പേടിയുള്ളവരുണ്ടെങ്കിൽ കമന്റ് ഗൈസ്. ഈ മരത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരാളെ കാണാം. ഞാനിവിടെ മാർക്ക് ചെയ്തിടാം. നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി ഗൈസ്. നമ്മൾ കെമിസ്ട്രി പേപ്പറിൽ നിന്ന് കപ്പലണ്ടി തിന്നാണ്. കെമിസ്ട്രി പഠിച്ച കപ്പലുണ്ട്. കെമിസ്ട്രി എഴുതിക്കണം. അപ്പൊ കെമിസ്ട്രി പേപ്പറിൽ ഒരു കപ്പലണ്ടി നിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പൊ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ബീച്ച് ഡേ ആയിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.